ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസമായി നമ്മൾ എങ്ങോട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട്, അപ്പം എല്ലാവർക്കും ഒരുപോലെ എങ്ങോട്ടിലേക്ക് ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ പ്ലാനിങ് ഒന്നുമില്ല, എങ്ങനെ എവിടെയൊക്കെ പോകണമെന്നൊന്നുമില്ല, വെറുതെ വൺ ഡേ അങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് അധികമൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ആലപ്പുഴയിലേക്കാണ്. അപ്പം ആലപ്പുഴയിൽ നോർമലി ആലപ്പുഴയിൽ ബീച്ചുണ്ട്, അപ്പം ബീച്ചിലും ഒന്ന് പോകാം. പിന്നെ അല്ലറ ചില്ലറ എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പുറത്തു ബീച്ചിലിറങ്ങുമ്പോൾ അപ്പോൾ എഫ്രു ഉള്ളതുകൊണ്ട് നമുക്ക് എഫ്രുവിനെ അധികം വെള്ളത്തിലിറക്കാൻ പറ്റൂലാത്തതുകൊണ്ട് പറ്റുകയില്ലാത്തത് കൊണ്ട് തന്നെ കൂടെ ആരെങ്കിലും ഉള്ളത് നല്ലതല്ലേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് അമ്മയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് അമ്മ പുറകിലിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ല ഉച്ച സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് ചെന്നാൽ അത്യാവശ്യം നല്ല വെയിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ചേട്ടായി ലേറ്റ് ആയാൽ കുഴപ്പമില്ല, നമുക്ക് നേരെ ബീച്ചിലോട്ട് പോയാൽ പോരാ. മറ്റേ പൈസ അങ്ങ് പോകും. ഇവിടെ ഇരുന്നുള്ളൊരു ആംബിയറും കിട്ടും, റിലാക്സേഷനും കിട്ടും. ലേറ്റ് ആയാലും കുഴപ്പമില്ല, മറ്റേ ലാഭിക്കുകയും ചെയ്യാം പൈസ. ഫുഡ് കഴിക്കാൻ കയറിയത് ആലപ്പുഴയിലെ സുൽത്താൻ മീൻ ആൻഡ് മീറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ കയറണമെന്നുള്ളത്. ഞങ്ങൾ പ്ലാൻ അപ്പാടെ അങ്ങ് മാറ്റി, കാരണം പിള്ളേരെയും കൊണ്ട് പോകുന്നത് ഭയങ്കര അടങ്ങിയിരിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് വിചാരിച്ചെന്നാൽ ഇവിടെ ഇരുന്ന് ഫുഡ് വരുമ്പോൾ തന്നെ ഒരു നേരമാവും, കഴിച്ചിട്ട് പോകുന്നത് കുറച്ച് പയ്യയും കൂടെ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം വെയിലൊക്കെ ഒതുങ്ങുന്ന സമയത്ത് വേറെ എങ്ങും പോകാതെ ബീച്ചിൽ മാത്രം പോയി തിരിച്ചു വരാം എന്നുള്ള ഫൈനൽ തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങനെ എത്തി. അതാണ് ഞങ്ങൾ പറഞ്ഞത്, വേറെങ്ങും പോകേണ്ട, ഇവിടെ തന്നെ പയ്യെ കഴിച്ചിട്ട് ഫുഡ് വരാൻ അത്യാവശ്യം ലേറ്റ് ആവും എന്ന് പറഞ്ഞിരുന്നു. നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേ. അതുകൊണ്ട് ഉറപ്പായും ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പം അത്യാവശ്യം ലേറ്റ് ആകുമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾക്കെല്ലാം ബീച്ചാണ് ഇഷ്ടവും. അപ്പോൾ പിള്ളേർക്ക് ബീച്ചായിരുന്നു ഇഷ്ടം. ഹന്നയ്ക്കൊക്കെ ബീച്ചിൽ കൂടുതൽ നിൽക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം വേണ്ട, എന്നാൽ ബീച്ചിൽ മാത്രം പോയിട്ട് തിരിച്ച് വരാമെന്നുള്ള രീതിയിൽ ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വരുന്നു. അപ്പം എനിക്ക് വേണ്ടി ഞാൻ പ്രോൺസ് ബിരിയാണി, അമ്മയ്ക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്. എനിക്ക് പ്രോൺസ് ബിരിയാണീനെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ആയിട്ട് തോന്നിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം ഒരു 1-1.5 ആൾക്കാർക്ക് കഴിക്കാനുള്ള അത്രയും ഉണ്ടായിരുന്നു. പ്രോൺസ് പക്ഷേ കറക്റ്റ് ഒരാൾക്കുള്ളതേ ഉള്ളൂ കേട്ടോ. ചേട്ടായി ഓർഡർ ചെയ്തത് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ചേട്ടായിട്ട് വന്നില്ല. എന്നാലും പാൽക്കപ്പയും പിന്നെന്താണ് ബീഫും ആയിരുന്നു ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്. ചേട്ടായുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എന്ന് പറയുന്നത് ബീഫാണ്. അതുകൊണ്ട് തന്നെ പാൽക്കപ്പയും ബീഫുമാണ് ഓർഡർ ചെയ്തത്. ഈ പ്രോൺസ് ബിരിയാണിക്കകത്താണെങ്കിലും പ്രോൺസൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടായുടെ പാൽക്കപ്പയും ബീഫുമാണ്. സൂപ്പർ കപ്പയാട്ടോ ചേട്ടാ, അവന് കൊടുത്ത് അവൻ ചിലപ്പോൾ കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഞങ്ങൾ വെളിയിലിറങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ. അപ്പം ഞങ്ങൾ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്താണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഹായ്, ഫുഡ് കഴിച്ചാ? ഞാൻ ഈ ഓടിപ്പോകുന്നത് എന്തിനാന്ന് മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ ഒരു റീൽ എടുക്കാൻ വേണ്ടി, അവിടുന്ന് നടന്നു വരുന്ന റീലായിട്ട് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്കൊന്ന് ഓടിപ്പോയതാണ്. അതിൻ്റെ ബാക്കി പത്രമാണിത്. അവിടെ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാവേ.